ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും റൊട്ടിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയായ ക്യാപ്സിക്കം മസാല ചെയ്യാം. അതിന് ആദ്യം ഞാനിവിടെ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നിലക്കടല ചേർത്ത് കൊടുക്കാം. തൊലിയുള്ള നിലക്കടലയായാലും കുഴപ്പമില്ല. അതുപോലെ അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ള എള്ള് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അത് കറുത്ത എള്ളായാലും കുഴപ്പമില്ല. അതൊന്ന് ഒരു 2 മിനിറ്റോളം നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയിൽ ഇട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അതൊന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് അതേ തവയിൽ തന്നെ അല്പം എണ്ണ, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 2 മീഡിയം സൈസ് ഓണിയനാണ് എടുത്തിരിക്കുന്നത്. അത് അല്പം ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1-2 മിനിറ്റ് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 അല്ലി വലിയ വെളുത്തുള്ളിയാണ്, അല്ലിയാണ്. അത് 2ആക്കി കീറിയിട്ടതാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് അതും 2ആക്കി പിളർന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വഴന്നാൽ മതി. ഇനി ഇതിലേക്ക് 2 ചെറിയ തക്കാളിയാണ്, അത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ല അതിന് വെള്ളമൊക്കെ വന്ന് നല്ല ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് തേങ്ങ ആവശ്യമില്ല, നമ്മൾ നിലക്കടലയും ഇതെല്ലാം പൊടിച്ചിടുന്നുണ്ടല്ലോ, അപ്പോൾ നല്ല ഗ്രേവി കിട്ടും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങ ചേർത്ത് ഏകദേശം 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ ഇതിലേക്ക് ആദ്യം 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. നമുക്കിനി അത് ഒന്ന് ആദ്യം വറുത്തെടുത്ത നിലക്കടലയും എള്ളും കൂടെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്കൊന്ന് തണുത്ത ശേഷം അരച്ചെടുക്കേണ്ടതാണ്. ഇനി ഒരു കടായിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അല്പം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം സാദാ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 വറ്റൽമുളക് പൊട്ടിക്കാതെ വെറുതെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം കറിവേപ്പില, നമ്മളപ്പോഴേ വഴറ്റി വെച്ചിരുന്ന തക്കാളി ഉള്ളി അതുണ്ടല്ലോ, അത് നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ ഉപ്പ് നോക്കിയിട്ട്, ഇതിൽ നമ്മൾ ഉപ്പ് ആ ഉള്ളിലുള്ള ഉപ്പല്ലേ ഇട്ടുള്ളൂ, അപ്പോൾ അതിനാവശ്യമായ ഉപ്പ് കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം പൊടിച്ചു വെച്ച നിലക്കടല എള്ള് ഉണ്ടല്ലോ, ആ പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുകൂടെ ചേർക്കുമ്പോൾ അത് നല്ലപോലെ ഒന്ന് തിക്കാവും. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ സ്ക്വയർ ക്യൂബ് പോലെ അരിഞ്ഞെടുത്തതാണ്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഷേപ്പിൽ മുറിക്കാം. ഇത് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ഇതിലിട്ടിട്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം.
ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് തുറന്ന് അതിലേക്ക് അല്പം ഒരുപാട് ഗ്രേവി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1/2 ഗ്ലാസോളം. അതിന് ശേഷം നമുക്ക് അല്പം കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 6 മിനിറ്റോളം ആയിട്ടുണ്ട്. എണ്ണ ഏകദേശം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മതി. നമുക്കിതിലേക്ക് അല്പം മല്ലിത്തഴ ചെറുതായി അരിഞ്ഞതും അതുപോലെ തന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തതാണ്. അത് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി സ്റ്റൗ ഓഫാക്കാം. സ്വാദിഷ്ടമായ ക്യാപ്സിക്കം മസാല തയ്യാറായി.